കുട്ടികളിലെ കോപം നിയന്ത്രിക്കുക എന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. വളരെ ശ്രദ്ധയോടെ ക്ഷമയോടെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. കുട്ടികളിൽ ഇമോഷണൽ ബ്രെയിൻ വളരെ ആക്റ്റീവ് ആയിരിക്കും, എന്നാൽ തിങ്കിങ് ബ്രെയിൻ ഫുള്ളി ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. അതിനാൽ അവർക്ക് ഫീലിങ്സ് ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുന്നത്, തിങ്കിങ് പിന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. സെൽഫ് കൺട്രോളും നാച്ചുറലി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു പണിഷ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാവില്ല. വളരെ പതുക്കെ സ്ലോ ആയിട്ട് അവർക്കൊരു ഗൈഡൻസ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുകയാണ് വേണ്ടത്. കുട്ടി ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ തിരിച്ച് റിയാക്ട് ചെയ്യാതിരിക്കുക. വളരെ സോഫ്റ്റായിട്ട് സ്നേഹത്തോടെ മാത്രം പറയുക. അവൻ ദേഷ്യത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് സ്നേഹത്തോടെ പറയുക. അതുപോലെ ബഹളത്തിലോ തിരക്കിലൊക്കെ ആണെങ്കിൽ ആ ഒരു ക്രൗഡിൽ നിന്ന് മാറ്റി നിർത്തുക. അവനെ ചേർത്ത് നിർത്തുക, ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക. രണ്ടുപേരും ഒന്നിച്ച് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം. അതുപോലെ ചെറിയ കുട്ടികളാണെങ്കിൽ ആ സാഹചര്യം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുട്ടി വളരെ കാമായ ശേഷം അവനോട് ചോദിക്കുക, നിന്നെ ഇത്ര അപ്സെറ്റ് ആക്കിയ ഒരു കാര്യം എന്താണെന്നുള്ളത്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വിശക്കുമ്പോൾ, ഉറക്കം കുറയുമ്പോൾ, വേണ്ടത്ര ശ്രദ്ധ കിട്ടാത്തപ്പോൾ, അവരാഗ്രഹിച്ച കാര്യം കിട്ടാതെ വരുമ്പോഴൊക്കെ ദേഷ്യപ്പെടാറുണ്ട്. കുട്ടിയെ ക്ഷമയോടെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക. ദേഷ്യം വരുമ്പോൾ ഷൗട്ട് ചെയ്യുന്നതും അതുപോലെ സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും ഒക്കെ തെറ്റാണെന്നും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടിയെ സ്നേഹത്തോടെ അവൻ കാമായ ശേഷം മാത്രം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുട്ടികളിലെ കോപം ഒറ്റ ദിവസം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ലോങ് ടേം ട്രെയിനിങ് ആവശ്യമാണ്. അതിനായിട്ട് ആദ്യം അവർക്കൊരു കൃത്യമായ ഒരു റുട്ടീൻ ഉണ്ടായിരിക്കണം. ഉറങ്ങാനും കളിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ കൃത്യമായിട്ടുള്ള സമയം ഉണ്ടായിരിക്കണം. അതുപോലെ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യണം. പ്രോപ്പറായിട്ടുള്ള ഉറക്കമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നന്നായിട്ട് ഉറങ്ങുന്ന ഒരു കുട്ടിക്ക് ദേഷ്യവും കുറവായിരിക്കും. ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുക. എക്സസൈസ് ഷുഗർ കൊടുക്കുന്നതും ജങ്ക് ഫുഡ്സ് കൂടുതൽ കൊടുക്കുന്നതും ശരീരം ഹീറ്റ് ആക്കുന്ന പോലത്തെ ഫുഡ് കൊടുക്കുന്നതും ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. മാക്സിമം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഭക്ഷണത്തിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ബാക്കിയുള്ള ജങ്ക് ഫുഡ്സ് തീരെ കൊടുക്കരുതെന്നല്ല, മെയിനായിട്ടും നമ്മളുടെ ആ ഒരു ഭക്ഷണത്തിൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മുൻപിൽ നിൽക്കണം. അതിന് ശേഷമായിരിക്കണം മറ്റുള്ള ഫുഡ്. അതുപോലെ തന്നെ കുട്ടികളുമായിട്ടൊരു ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ, പറ്റുമെങ്കിൽ അതിലധികം. രണ്ടുപേരും ഫോണൊക്കെ മാറ്റി വെച്ച്, ഫോൺ, TV, ലാപ്ടോപ്പൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടേത് മാത്രമായിട്ടുള്ള ടൈം. അപ്പോൾ കുട്ടിക്ക് ഫീൽ ചെയ്യണം അത്രയും നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ കുട്ടിക്ക് കിട്ടുന്നുണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടാവണം. കുട്ടികൾ ദേഷ്യപ്പെടുമ്പോൾ പാരൻസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അതിലൊന്ന് അവരോട് ഷൗട്ട് ചെയ്യുക, അവരെ അടിക്കുക, പിന്നെ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികൾ വല്ലാതെ വാശി പിടിച്ച് കരയുമ്പോൾ ഒരു കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ആഗ്രഹം പെട്ടെന്ന് സാധിച്ചു കൊടുക്കുക. ഇതൊക്കെ പാരൻസ് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. പാരൻസ് ചെയ്യേണ്ടത് അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക, അവരോടൊപ്പം നിൽക്കുക, അവരെ നോർമലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കുക. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആങ്കർ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു അറ്റൻഷൻ മാറ്റാൻ വേണ്ടി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കാം, എന്തെങ്കിലും കഥകൾ പറഞ്ഞു കൊടുക്കാം, അവരെ ഹഗ് ചെയ്യാം, കിസ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ആ കുട്ടികളുടെ ഒരു ദേഷ്യം നിയന്ത്രിച്ച് കുറച്ച് സ്നേഹം കൂടുതൽ കൊടുത്താൽ നമുക്ക് ആ സമയത്ത് അവരെ നോർമലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ 10 വയസ്സിന് മുകളിൽ ടീനേജ് എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വർക്കാവില്ല. അവരെ റെസ്പെക്ട് ചെയ്യുക. അവർക്ക് എന്താണോ പറയാനുള്ളത് അത് എന്ത് തന്നെയാണെങ്കിലും ക്ഷമയോടെ അവരെ കേട്ടിരിക്കുക. ഈ ഒരു ഏജിൽ കൺട്രോൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. കൺട്രോൾ ചെയ്യുമ്പോൾ അവർക്ക് ആങ്കർ കൂടുകയുള്ളൂ. അവരെ സ്നേഹത്തോടെ ഗൈഡ് ചെയ്യുക. അവർ പറയുന്ന കാര്യങ്ങൾ പക്ഷെ തെറ്റാണെങ്കിൽ കൂടി നമ്മൾ സഡനായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുക. കുറച്ച് ടൈം എടുത്ത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്.